PSC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒക്ടോബർ 11 പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ പുതിയ SCERT ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റുകളാണ്. 10ാം ക്ലാസ്സിലെ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്ന ചാപ്റ്ററിലെ പുതിയ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് പോയിന്റിലേക്ക് കിടക്കാം. ദിനാന്തരീക്ഷ ഘടകങ്ങൾ എന്നറിയപ്പെടുന്ന ഘടകങ്ങൾ ഏതെല്ലാം? സൂര്യപ്രകാശത്തിന് അനുസൃതമായ അന്തരീക്ഷ താപനില, മർദ്ദം, കാറ്റ്, ആർദ്രത. ദിനാന്തരീക്ഷ ഘടകങ്ങൾ എന്നറിയപ്പെടുന്ന ഘടകങ്ങൾ ഏതെല്ലാം? സൂര്യപ്രകാശത്തിന് അനുസൃതമായ അന്തരീക്ഷ താപനില, മർദ്ദം, കാറ്റ്, ആർദ്രത. ഒരു നിശ്ചിത പ്രദേശത്ത് ഹ്രസ്വകാലയളവിൽ അനുഭവപ്പെടുന്ന താപനില, അന്തരീക്ഷ മർദ്ദം, കാറ്റുകൾ, ആർദ്രത, വർഷണം തുടങ്ങിയ സാഹചര്യങ്ങളെ എങ്ങനെ വിശേഷിപ്പിക്കുന്നു? ദിനാന്തരീക്ഷ സ്ഥിതി അഥവാ വെതർ. ഒരു നിശ്ചിത പ്രദേശത്ത് ഹ്രസ്വകാലയളവിൽ അനുഭവപ്പെടുന്ന താപനില, അന്തരീക്ഷ മർദ്ദം, കാറ്റുകൾ, ആർദ്രത, വർഷണം തുടങ്ങിയ സാഹചര്യങ്ങളെ എങ്ങനെ വിശേഷിപ്പിക്കുന്നു? ദിനാന്തരീക്ഷ സ്ഥിതി. ഒരു വിശാല ഭൂപ്രദേശത്ത് ദീർഘകാലമായി അനുഭവപ്പെടുന്ന ദിനാവസ്ഥ സാഹചര്യങ്ങളുടെ ശരാശരി എപ്രകാരം അറിയപ്പെടുന്നു? കാലാവസ്ഥ, ക്ലൈമറ്റ്. ഒരു വിശാല ഭൂപ്രദേശത്ത് ദീർഘകാലമായി അനുഭവപ്പെടുന്ന ദിനാവസ്ഥ സാഹചര്യങ്ങളുടെ ശരാശരി എപ്രകാരം അറിയപ്പെടുന്നു? കാലാവസ്ഥ. ഏകദേശം എത്ര വർഷത്തെ ദിനാവസ്ഥാ സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് ഒരു പ്രദേശത്തിൻ്റെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നത്? 35 മുതൽ 40 വർഷങ്ങൾ. ഏകദേശം എത്ര വർഷത്തെ ദിനാവസ്ഥാ സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് ഒരു പ്രദേശത്തിൻ്റെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നത്? 35 മുതൽ 40 വരെ വർഷങ്ങൾ. ഭൂമുഖത്തെ സസ്യജന്തുജാലങ്ങളിലും മനുഷ്യജീവിതത്തിലും വൈവിധ്യം തീർക്കുന്നതിൽ നിർണായകമായതെന്ത്? അതത് പ്രദേശത്തെ കാലാവസ്ഥാ സാഹചര്യങ്ങൾ. ഭൂമുഖത്തെ സസ്യജന്തുജാലങ്ങളിലും മനുഷ്യജീവിതത്തിലും വൈവിധ്യം തീർക്കുന്നതിൽ നിർണായകമായതെന്ത്? അതത് പ്രദേശത്തെ കാലാവസ്ഥാ സാഹചര്യങ്ങൾ. കേന്ദ്ര സർക്കാരിൻ്റെ ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പ്രവർത്തിക്കുന്നത്? ഭൗമശാസ്ത്ര മന്ത്രാലയം. കേന്ദ്ര സർക്കാരിൻ്റെ ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പ്രവർത്തിക്കുന്നത്? ഭൗമശാസ്ത്ര മന്ത്രാലയം. ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഡൽഹി. ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഡൽഹി. ഇനി അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ബോക്സിൽ പറയുന്നുണ്ട് അന്തരീക്ഷ മർദ്ദം. അന്തരീക്ഷ വായു ഭൗമോപരിതലത്തിൽ ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷ മർദ്ദം. അന്തരീക്ഷ വായു ഭൗമോപരിതലത്തിൽ ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷ മർദ്ദം. അന്തരീക്ഷ താപനില, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, അന്തരീക്ഷ വായുവിലെ ജലാംശം എന്നിവയാണ് അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അപ്പോൾ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അന്തരീക്ഷ താപനില, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, അന്തരീക്ഷ വായുവിലെ ജലാംശം എന്നിവയാണ് അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അന്തരീക്ഷ വായു ചൂടുപിടിച്ച് വികസിക്കുകയും ഭാരം കുറഞ്ഞു ഉയരുകയും ചെയ്യുന്നത് മൂലമാണ് ന്യൂനമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നത്. ഇത്തരത്തിൽ ഉയരുന്ന വായു ക്രമേണ തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്ന ഇടങ്ങളിൽ രൂപപ്പെടുന്നതാണ് ഉച്ചമർദ്ദ മേഖലകൾ. അപ്പം എന്താ പറയുന്നത്? അന്തരീക്ഷ വായു ചൂട് പിടിച്ച് വികസിക്കുകയും ഭാരം കുറഞ്ഞു ഉയരുകയും ചെയ്യുന്നത് മൂലമാണ് ന്യൂനമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നത്. ഇത്തരത്തിൽ ഉയരുന്ന വായു ക്രമേണ തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്ന ഇടങ്ങളിൽ രൂപപ്പെടുന്നതാണ് ഉച്ചമർദ്ദ മേഖലകൾ. സമുദ്രനിരപ്പിൽ നിന്ന് ഉയരുംതോറും അന്തരീക്ഷ വാതകങ്ങളുടെ സാന്ദ്രത കുറയുന്നതിനാൽ അന്തരീക്ഷ മർദ്ദം ക്രമേണ കുറഞ്ഞു വരുന്നു. ഓരോ 10 മീറ്ററിനും ഏകദേശം 1 മില്ലിബാർ എന്ന തോതിലാണ് ലംബതലത്തിൽ അന്തരീക്ഷമർദ്ദം കുറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഉയരുംതോറും അന്തരീക്ഷവാതകങ്ങളുടെ സാന്ദ്രത കുറയുന്നതിനാൽ അന്തരീക്ഷമർദ്ദം ക്രമേണ കുറഞ്ഞു വരുന്നു. ഓരോ 10 മീറ്ററിനും ഏകദേശം 1 മില്ലിബാർ എന്ന തോതിൽ ലംബതലത്തിൽ അന്തരീക്ഷമർദ്ദം കുറയുന്നത്. വായുവിലെ ജലാംശം അഥവാ ആർദ്രത കൂടുമ്പോൾ നൈട്രജൻ, ഓക്സിജൻ തുടങ്ങിയ ഭാരമുള്ള വാതകങ്ങളുടെ സ്ഥാനത്ത് ജലതന്മാത്രകൾ ഇടം പിടിക്കുന്നു.
ജലതന്മാത്രകൾക്ക് ഭാരം കുറവായതിനാൽ വരണ്ട വായുവിനെ അപേക്ഷിച്ച് ആർദ്ര വായുവിൽ അന്തരീക്ഷമർദ്ദം കുറവായിരിക്കും. വായുവിലെ ജലാംശം അഥവാ ആർദ്രത കൂടുമ്പോൾ നൈട്രജൻ, ഓക്സിജൻ തുടങ്ങിയ ഭാരമുള്ള വാതകങ്ങളുടെ സ്ഥാനത്ത് ജലതന്മാത്രകൾ ഇടം പിടിക്കുന്നു. ജലതന്മാത്രകൾക്ക് ഭാരം കുറവായതിനാൽ വരണ്ട വായുവിനെ അപേക്ഷിച്ച് ആർദ്ര വായുവിൽ അന്തരീക്ഷമർദ്ദം കുറവായിരിക്കും. അടുത്ത പോയിന്റ്, ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ ഇന്ത്യക്ക് പുറത്തുള്ള നിരീക്ഷണ സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നതെവിടെ? അന്റാർട്ടിക്ക. ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ ഇന്ത്യക്ക് പുറത്തുള്ള നിരീക്ഷണ സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നതെവിടെ? അന്റാർട്ടിക്ക. ഭൂമിയുടെ പ്രധാന ഊർജ്ജ സ്രോതസ്സായ സൂര്യനിൽ ഊർജ്ജമുണ്ടാകുന്നത് ഏത് പ്രക്രിയയിലൂടെയാണ്? അണുസംയോജനം, ന്യൂക്ലിയർ ഫ്യൂഷൻ. ഭൂമിയുടെ പ്രധാന ഊർജ്ജ സ്രോതസ്സായ സൂര്യനിൽ ഊർജ്ജമുണ്ടാകുന്നത് ഏത് പ്രക്രിയയിലൂടെയാണ്? അണുസംയോജനം അഥവാ ന്യൂക്ലിയർ ഫ്യൂഷൻ. സൂര്യനിൽ വൻതോതിൽ രൂപപ്പെടുന്ന ഊർജം ഏതിനം തരംഗങ്ങളായാണ് വികിരണം ചെയ്യപ്പെടുന്നത്? ഹ്രസ്വതരംഗങ്ങളായി. സൂര്യനിൽ വൻതോതിൽ രൂപപ്പെടുന്ന ഊർജം ഏതിനം തരംഗങ്ങളായാണ് വികിരണം ചെയ്യപ്പെടുന്നത്? ഹ്രസ്വതരംഗങ്ങളായി. സൂര്യനിൽ നിന്നുള്ള വികിരണത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഭൗമോപരിതലത്തിലെത്തുന്നത്. ഇത് ഏകദേശം എത്ര ഭാഗമാണ്? 200 ദശകത്തിൻ്റെ ഒരു ഭാഗം. സൂര്യനിൽ നിന്നുള്ള വികിരണത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഭൗമോപരിതലത്തിലെത്തുന്നത്. ഇത് ഏകദേശം എത്ര ഭാഗമാണ്? 200 ദശലക്ഷത്തിൻ്റെ ഒരു ഭാഗം. ഭൗമോപരിതലത്തിലേക്ക് എത്തുന്ന സൗരകിരണത്തിൻ്റെ അളവ് എങ്ങനെ അറിയപ്പെടുന്നു? ഇൻസൊലേഷൻ. ഭൗമോപരിതലത്തിലേക്ക് എത്തുന്ന സൗരകിരണത്തിൻ്റെ അളവ് എങ്ങനെ അറിയപ്പെടുന്നു? ഇൻസൊലേഷൻ. അന്തരീക്ഷത്തിലൂടെ കടന്നുവരുന്ന സൗരവികിരണം അന്തരീക്ഷത്തെ കാര്യമായി ചൂടുപിടിപ്പിക്കാത്തതിന് കാരണമെന്ത്? ഹ്രസ്വതരംഗങ്ങളായതിനാൽ. അന്തരീക്ഷത്തിലൂടെ കടന്നുവരുന്ന സൗരകിരണം അന്തരീക്ഷത്തെ കാര്യമായി ചൂടുപിടിപ്പിക്കാത്തതിന് കാരണമെന്ത്? ഹ്രസ്വതരംഗങ്ങളായതിനാൽ. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുന്ന സൗര വികിരണത്തിൻ്റെ ഒരു ഭാഗത്തെ ആഗിരണം ചെയ്യുന്ന അന്തരീക്ഷ ഘടകങ്ങളായ മേഘങ്ങളും പൊടിപടലങ്ങളും. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുന്ന സൗരവികിരണത്തിൻ്റെ ഒരു ഭാഗത്തെ ആഗിരണം ചെയ്യുന്ന അന്തരീക്ഷ ഘടകങ്ങളായ മേഘങ്ങളും പൊടിപടലങ്ങളും. ഭൗമോപരിതലത്തിൽ നിന്ന് ദീർഘതരംഗങ്ങളായി ഊർജം പുനഃവികിരണം ചെയ്യപ്പെടുന്ന പ്രക്രിയ എങ്ങനെ അറിയപ്പെടുന്നു? ഭൗമവികിരണം. ഭൗമോപരിതലത്തിൽ നിന്ന് ദീർഘതരംഗങ്ങളായി ഊർജം പുനർവികിരണം ചെയ്യപ്പെടുന്ന പ്രക്രിയ എങ്ങനെ അറിയപ്പെടുന്നു? ഭൗമവികിരണം. ടെറസ്ട്രിയൽ റേഡിയേഷൻ. ഭൗമവികിരണത്തെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഹരിതഗൃഹവാതകങ്ങൾ ആഗിരണം ചെയ്യുന്നത് അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിക്കുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? ഹരിതഗൃഹ പ്രഭാവം. ഭൗമവികിരണത്തെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഹരിതഗൃഹവാതകങ്ങൾ ആഗിരണം ചെയ്യുന്നത് അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിക്കുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? ഹരിതഗൃഹ പ്രവാഹം. അന്തരീക്ഷത്തിലൂടെ എത്തിച്ചേരുന്ന ആകെ സൗരോർജ്ജത്തിൻ്റെ എത്ര ശതമാനം പ്രതിഫലനത്തിലൂടെ തിരിച്ചു പോവുകയും അന്തരീക്ഷ വസ്തുക്കൾ ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു? യഥാക്രമം 35% 14%. അന്തരീക്ഷത്തിലൂടെ എത്തിച്ചേരുന്ന ആകെ സൗരോർജ്ജത്തിൻ്റെ എത്ര ശതമാനം പ്രതിഫലനത്തിലൂടെ തിരിച്ചു പോവുകയും, അതായത് 35% പ്രതിഫലനത്തിലൂടെ തിരിച്ചു പോവുകയും അന്തരീക്ഷ വസ്തുക്കൾ ആഗിരണം ചെയ്യുകയും. അന്തരീക്ഷ വസ്തുക്കൾ ആഗിരണം ചെയ്യുന്നത് 14%ആണ് കേട്ടോ. അന്തരീക്ഷത്തിലെ ആകെ സൗരോർജ്ജത്തിൻ്റെ എത്ര ശതമാനമാണ് ഭൗമോപരിതലത്തിൽ ലഭിക്കുന്നത്? 51%. അന്തരീക്ഷത്തിലെത്തുന്ന ആകെ സൗരോർജ്ജത്തിൻ്റെ എത്ര ശതമാനമാണ് ഭൗമോപരിതലത്തിൽ ലഭിക്കുന്നത്? 51%. പ്രതിദിനം ഭൂമിയിലേക്ക് എത്തുന്ന ഏതാണ്ട് മുഴുവൻ ഊർജവും പുനഃവികിരണം ചെയ്യപ്പെടുന്നതിലൂടെ ഭൗമോപരിതല താപം ക്രമാതീതമായി കൂടാതെയും കുറയാതെയും സന്തുലിതമായി നിലനിർത്താനാകുന്ന പ്രക്രിയയെ എങ്ങനെ വിളിക്കുന്നു? ഭൂമിയുടെ താപ ബജറ്റ്, ഹീറ്റ് ബജറ്റ്. പ്രതിദിനം ഭൂമിയിലേക്ക് എത്തുന്ന ഏതാണ്ട് മുഴുവൻ ഊർജവും പുനഃവികിരണം ചെയ്യപ്പെടുന്നതിലൂടെ ഭൗമോപരിതല താപം ക്രമാതീതമായി കൂടാതെയും കുറയാതെയും സന്തുലിതമായി നിലനിർത്താനാകുന്ന പ്രക്രിയയെ എങ്ങനെ വിളിക്കുന്നു? ഭൂമിയുടെ താപ ബജറ്റ്. ഒരു ദിവസത്തെ കൂടിയ അന്തരീക്ഷ താപനിലയായി കാലാവസ്ഥാ നിരീക്ഷകർ കണക്കാക്കുന്നത് ഏത് സമയത്ത് രേഖപ്പെടുത്തുന്ന താപനിലയെയാണ്? ഉച്ചയ്ക്ക് 2 മണിക്ക്.
ഒരു ദിവസത്തെ കൂടിയ അന്തരീക്ഷ താപനിലയായി കാലാവസ്ഥാ നിരീക്ഷകർ കണക്കാക്കുന്നത് ഏത് സമയത്ത് രേഖപ്പെടുത്തുന്ന താപനിലയെയാണ്? ഉച്ചയ്ക്ക് 2 മണിക്ക്. ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്കി പോയിന്റുകൾ നെക്സ്റ്റ് വീഡിയോ പാർട്ട് 2 കാണാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്